ഞാൻ അഭിഷേകിനെ കാണാൻ വേണ്ടിട്ട് ഒരുങ്ങി പോവാണോ നിങ്ങൾ വിചാരിച്ചത്? അവൻ ഞങ്ങളുടെ കൂടെ പഠിച്ചൊരുത്തനാ. കല്യാണം കഴിഞ്ഞ് 2-3 പിള്ളേരൊക്കെ ഉണ്ട്. ആ ഇപ്പൊ ഇതൊക്കെയാണല്ലോ ഒരു ട്രെൻഡ്. നെയ്യൻ ട്രെൻഡിന്റെ പുറകെ പോകുന്ന ഒരാളാണല്ലോ. ഇപ്പൊ കുറെ ഭർത്താക്കന്മാരെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഭാര്യമാരെ കണ്ട് മടുക്കും. പിന്നെ ഈ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞിട്ട് അവരുടെ നമ്പർ എവിടുന്നെങ്കിലും തപ്പി പെറുക്കിയിട്ട് വിളിച്ച് ഒരു ഗ്യാതറിങ് നടത്തും. എന്തിനാ വെറുതെ പേരുദോഷം കൽപ്പിക്കാൻ വേണ്ടിട്ട് വേണ്ടാത്ത സ്ഥലത്തേക്ക് ആൾക്കാർ കൂടെ പോകാൻ നിൽക്കുന്നത്? ഓ, നിങ്ങൾ നിങ്ങളുടെ ഒരു പണ്ടത്തെ ചിന്താഗതിയോ നിർത്തുന്നുണ്ടോ? ഒരാളപ്പം പോയിട്ടുണ്ടെങ്കിൽ പേരുദോഷം കേൾപ്പിക്കാൻ. അഭിഷേക് മാത്രമൊന്നും അല്ല, അശ്വിനും രാജേഷും ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും അവിടുന്ന് ജോയിൻ ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാ പോകുന്നത്. അവരെന്താ പുണ്യാളന്മാരാ? എടി ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ എന്താ വിചാരിച്ചേ എല്ലാരും നിന്നെ പോലെയാന്ന്? അവർക്ക് അങ്ങനെ പോണെങ്കിൽ അവര് 3 ജെൻസിന് മാത്രം പോയിക്കൂടെ? നിങ്ങളെ പെണ്ണുങ്ങളെ പുറകെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിന്റെ പുറകിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. ദുരുദ്ദേശമല്ല, കുരുദ്ദേശമുള്ളത്. ഒരു വിവരക്കേട് വിളിച്ചു പറയുന്നത്. എന്നെ നോക്കാൻ എനിക്കറിയില്ലേ? ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ മാന്യനായിട്ട്. അല്ല, നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴേ ഈ ഇൻസ്പെക്ഷനും അതിനൊന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ലേഡീസ് സ്റ്റാഫിനൊപ്പം പോകാറില്ല? അതൊന്നും കുഴപ്പമില്ല. അവരെങ്ങനെ നിങ്ങളെ കൂടെ കൂട്ടുന്നത്? ഇങ്ങനെ ദുരുദ്ദേശം വെച്ച് നടക്കുന്ന ആണുങ്ങളാണ് നാട്ടിലെല്ലാം ഉള്ളെങ്കിൽ. എല്ലാവരും സമൂഹത്തിൽ അല്പം നിലയും വിലയും വ്യക്തിത്വമൊക്കെ ഉള്ള ആൾക്കാരാ. എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങിയാണെങ്കിൽ അപ്പം തുടങ്ങിക്കോളും ഇങ്ങനെ ഓരോരോ പൊട്ടത്തരായിട്ട് വരാൻ വേണ്ടിട്ട്. നൈഷാഡ് ഇട്ട പ്രശ്നം, ലിപ്സ്റ്റിക് ഇട്ട പ്രശ്നം, മര്യാദക്ക് ഡ്രസ് ഇട്ട പ്രശ്നം. നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും അസുഖം ഉണ്ടോ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ 2-3 ഫ്രണ്ട്സോട് വരാന്ന് പറഞ്ഞപ്പോഴത്തേനും നീ വലിയ ആളാവാൻ നിൽക്കുകയാണോ? എവിടെ പോയാലും നീ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണ്ടേ? മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കും. ഞാൻ എന്തിനു മര്യാദയ്ക്ക് സംസാരിക്കണം? നിങ്ങൾ എന്നോട് മര്യാദയ്ക്കാണോ സംസാരിക്കുന്നത്? എന്നെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഞാൻ തിരിച്ചൊന്നും പറയണ്ട, മിണ്ടാടെ കേട്ട് നിൽക്കണം. ഞാൻ ഒരു കാര്യം പറയാം. കുറെ കാലമായി ഞാൻ അത് സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ടേ നിങ്ങളുടെ ചിന്താഗതിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും മാത്രം അനുസരിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എന്റേതായ രീതികളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ മാറ്റിവെച്ചു. ഇതിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് എല്ലാവരും കൂടി കൂടാൻ നിൽക്കുക. അന്നേരമാണ് നിങ്ങൾ എന്നെ കുറിച്ച് ഇമാതിരി വൃത്തിയോട് പറയുന്നത്. ഇവിടെ അഭിഷേക് വരും ചെയ്യും, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യും. അവൻ ഒരു ഗ്ലാസ് ചായയും കൊടുക്കും, എന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിലേ ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അപമാനിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട, സഹിക്കുന്നതിനല്ലേ ഒരു പരിധിയൊക്കെ. ഓരോ ദിവസം ഒരു 10-20 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്നോട് പറയാറില്ലേ ഓരോന്ന് കണ്ടും കേട്ടും നടക്കണ്ട, സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ടാക്കുന്ന? നിങ്ങളുടെ ഭാര്യയോട് പോലും എങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണമെന്ന് അറിയാത്ത നിങ്ങളാണ് എന്നെ വ്യക്തിത്വം പഠിപ്പിക്കാൻ നിൽക്കുന്നത്. ആദ്യം നല്ലൊരു വ്യക്തിത്വം സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നോക്ക്.